iQOO എന്ന ബ്രാൻഡിന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായിട്ടുള്ള iQOO 15R എന്ന സ്മാർട്ട് ഫോൺ ഇതാ നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കുന്നു. ബാക്ക് കേസ്, യൂസർ മാനുവൽ, ചാർജർ, C2C ചാർജിംഗ് കേബിൾ, സിം ഇജക്ടർ പിൻ. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഓരോ വിശേഷങ്ങളും ഓരോന്നായിട്ട് നോക്കാം. ഇതിന്റെ ഈ ഒരു ക്യാമറ മൊഡ്യൂൾ കണ്ടില്ല, ഒരു രക്ഷയില്ല എന്ന് പറയാൻ പറ്റില്ല, ഒട്ടും കൊള്ളത്തില്ലെന്നേ പറയാൻ പറ്റൂ. കാര്യം എനിക്ക് പേഴ്സണലി ആ ഒരു ക്യാമറ മൊഡ്യൂൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഈ ഒരു ഫോണിന്റെ ഫ്രെയിം എന്ന് പറയുന്ന മെറ്റാലിക് ഫ്രെയിമാണ്, അതുപോലെ ഫൈബർ ഗ്ലാസ് കൊണ്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് സൈഡ് തയ്യാറാക്കിയിരിക്കുന്നത്. ആ ഒരു വലിയ സ്കോർക്കിൾ ഷേപ്പ് മൊഡ്യൂളിനകത്ത് നോക്കി ആകെ രണ്ട് ചെറിയ ക്യാമറ മൊഡ്യൂൾ, അതൊരു ഒരു അഭംഗിയാണ് ഈ ഒരു ഫോൺ കൊടുക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഒരു ഫോൺ സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ ഉള്ളതിൻ്റെ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നല്ല രീതിയിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ക്യാമറ മൊഡ്യൂൾ കാണാനൊരു അഭംഗി എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാം. ഒറിജിനൽ വോയിസിൻ്റെ ആ ഒരു അനിമേഷനെ കാണിക്കുമ്പോൾ തന്നെ ഈ ബോഡി മൊത്തത്തിന് ഇങ്ങനെ നല്ല രീതിയിലുള്ള ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഒരു കുറച്ചൊരു കോമ്പാക്റ്റ് ആണ് ഈ ഒരു ഫോണിൻ്റെ സൈസ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഫോൺ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ടിക്ക് മാർക്ക് കിടപ്പുണ്ട്, അതങ്ങ് എടുത്ത് കളയണം, അല്ലെങ്കിൽ ഇത് ഇത്രയും ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരും. നമ്മളിലെ നത്തിങ് ഫോണിലൊക്കെ കണ്ടതുപോലെ ഈ ഒരു മൊഡ്യൂൾ ഭാഗം ഇല്ലാതെ ഈ രണ്ട് ക്യാമറ ലെൻസ് മാത്രം ഇങ്ങനെ ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്തിരുന്നെങ്കിൽ കാണാൻ ഈ ഒരു ഫോണിന് ഒരു പ്രത്യേക ലുക്ക് വന്നത്. ഇത്രയും വലിയ മൊഡ്യൂൾ, അതിനകത്ത് കുഞ്ഞ് രണ്ട് ക്യാമറ. 6.59 ഇഞ്ചാണ് ഇതിന്റെ സൈസ്. സാധാരണ മിക്ക സ്മാർട്ട് ഫോണുകളിലും 6.78 ഇഞ്ചാണ്. അപ്പോൾ ഈ അടുത്തിടെ വന്ന ഇവരുടെ തന്നെ മെയിൻ ബ്രാൻഡ് ആയിട്ടുള്ള വിവോ V70 Elite, അതുപോലെ വിവോ V70 ഒക്കെ സെയിം സ്ക്രീൻ സൈസാണ്, അല്ലെങ്കിൽ സെയിം സൈസാണ് 6.59 ഇഞ്ച്. അപ്പോൾ ഒരുപാട് അങ്ങ് വലുതുമല്ല, എന്നാൽ ഒരുപാട് അങ്ങ് കോമ്പാക്റ്റും അല്ലാത്ത ഒരു മീഡിയം സൈസുള്ള ഒരു ഫോൺ എന്ന നിലയിൽ വേണമെങ്കിൽ ഇതിനെ കാണാൻ സാധിക്കും. അപ്പോൾ ഡ്യുവൽ നാനോ സിം കാർഡാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത്. അതുപോലെ 7.9 മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ ഒരു തിക്നെസ്. 202 ഗ്രാം ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഭാരം. ഓവർ വെയിറ്റ് ഒന്നുമില്ല, എങ്കിൽ ഈ പറഞ്ഞ മെറ്റാലിക് ഫ്രെയിം ഒക്കെ ആയതുകൊണ്ടായിരിക്കാം 202 ഗ്രാം വെയിറ്റ് വന്നത്. ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കിയാൽ വളരെ ബെസൽലെസ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. വളരെ തിൻ ബെസൽ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. മാത്രമല്ല ഒരു യൂണിഫോം ബെസലാണ് 4 സൈഡും. അതുപോലെ സെന്റർ പഞ്ച് ഹോൾ ആയിട്ടാണ് സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. AMOLED ഡിസ്പ്ലേ ആണ്. അതുപോലെ 1.5K റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. 144 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ നല്ല ഒരു റെസ്പോൺസ് അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേയിൽ നിന്ന് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കും. 5000 നിറ്റ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ്. അപ്പോൾ നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു വിഷയവും അതുകൊണ്ട് തന്നെയും ഇല്ല. ഞാൻ നോക്കിയാൽ വളരെ ബ്രൈറ്റ്നസ് കുറച്ചിട്ടാണ് ഷൂട്ടിങ്ങിന് വേണ്ടി ഒരു സ്മാർട്ട് ഫോൺ വെച്ചിരിക്കുന്നത്. മാത്രമല്ല HDR10+ സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. സ്കോട്ട് സെൻസേഷൻ ആൽഫ എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ ടൈപ്പ് ആണ് ഈ ഒരു ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, വിവോ iQOO എപ്പോഴും ഈ പറഞ്ഞ കോണിംഗ് ഗോറില്ല ഗ്ലാസ് അല്ല യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ സ്കോട്ട് സെൻസേഷൻ പ്രൊട്ടക്ഷൻ ആണ് ഡിസ്പ്ലേക്ക് സാധാരണ കൊടുത്ത് കാണുന്നത്. അതുപോലെ ഈ ഒരു ഫോണിനകത്തുള്ള പ്രോസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 8 Gen 5 എന്ന് പറയുന്ന പ്രോസറാണ്. ഈ ഒരു പ്രോസർ ആദ്യമായിട്ട് വന്ന ഫോൺ എന്ന് പറയുന്നത് OnePlusന്റെ 15R എന്ന് പറയുന്ന ഫോണാണ്. 15R അത് ഡബിൾ കോട്ടിൽ കിടക്കണേ. അപ്പോൾ ഇപ്പോൾ ഇത് iQOO 15Rലും ആ ഒരു സെയിം പ്രോസർ സ്നാപ്ഡ്രാഗൺ 8 Gen 5 വന്നിരിക്കുന്നു. നമ്മളുടെ മോട്ടറോളയുടെ സിഗ്നേച്ചർ എന്ന് പറയുന്ന ഫോണിനകത്തും ഈ പറയുന്ന സെയിം പ്രോസറാണ്, അതായത് സ്നാപ്ഡ്രാഗൺ 8 Gen 5 എന്ന് പറയുന്ന പ്രോസറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ AnTuTu സ്കോർ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഏകദേശം 2.8 മില്യൺ ആണ് നമുക്ക് കിട്ടിയത്. സാധാരണ ഈ പറയുന്ന സ്നാപ്ഡ്രാഗൺ 8 Gen 5 എന്ന് പറയുന്ന ഈ ഒരു പ്രോസറിന് 3.5 മില്യൺ 3.6 മില്യൺ ഒക്കെ AnTuTu സ്കോർ വരും. നമ്മളിവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ എന്തായാലും 2.8 മില്യൺ ആണ് കിട്ടിയത്. എന്തായാലും ഈ ഒരു പ്രോസർ ഗെയിമിങ്ങിന് ബെറ്റർ ആണ്. അതുപോലെ 12GB റാമും 512GB ഇന്റർണൽ സ്റ്റോറേജും ഉണ്ട്. LPDDR5X Ultra ആണ് ഇതിന്റെ റാം ടൈപ്പ്. UFS സ്റ്റോറേജ് എന്ന് പറയുന്നത് UFS 4.1 ആണ്. CPU ത്രോട്ട്ലിങ്ങിനെ പറ്റി പറഞ്ഞാൽ കുറച്ച് റെഡ് ആണ് ഇതിന്റെ ഒരു ത്രോട്ട്ലിംഗ് ടെസ്റ്റിൽ പൊതുവെ കാണിക്കുന്നത്. അങ്ങനെ വരാൻ പാടില്ലായിരുന്നു. ആക്ച്വലി ഇതിന്റെ ഒരു CPU ത്രോട്ട്ലിംഗ് റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 55% ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഇച്ചിരി പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ്. അതിനകത്ത് നമുക്ക് കിട്ടിയ ഈ ഒരു ത്രോട്ട്ലിംഗ് റിസൾട്ട് അത്ര ഒരു നല്ല സൂചനയല്ല. പക്ഷേ ഫോണിന്റെ പെർഫോമൻസ് വൈസ് ഗെയിം കളിക്കുമ്പോഴും അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഫീൽ ചെയ്തില്ലെങ്കിലും ഈ ഒരു ത്രോട്ട്ലിംഗ് ടെസ്റ്റ് കാണിക്കുന്ന റിസൾട്ട് നല്ല സൂചനയല്ല നൽകുന്നതെന്ന് എന്തായാലും പറയാൻ സാധിക്കും. ഈ ഒരു ഡിവൈസിൽ നമ്മൾ BGMI ആണ് എക്സ്പീരിയൻസ് ചെയ്തത്. ഗ്രാഫിക്സ് സൂപ്പർ സ്മൂത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രെയിം റേറ്റ് അൾട്രാ എക്സ്ട്രീമിൽ, അതായത് 120 FPS ഗെയിം പ്ലേ സാധ്യമാണ്. ലാഗ് ഇഷ്യൂസ് ഒന്നുമില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ഡിവൈസിൽ നിന്ന് കിട്ടുന്നത്. ഫ്രെയിം ഡ്രോപ്പോ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. എല്ലാ മാപ്പിലും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗെയിം പ്ലേ തന്നെയാണ് ഈ ഒരു ഡിവൈസ് സമ്മാനിക്കുന്നത്. മാത്രമല്ല iQOOന്റെ മറ്റ് ഫോണുകളിലേതുപോലെ തന്നെ ഗെയിമിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ നിരവധി അഡീഷണൽ ഫീച്ചേഴ്സും ഓപ്ഷൻസും ഈ ഒരു ഡിവൈസിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ ഫോണിനകത്ത് ബെറ്റർ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഇതിനകത്തൊരു അൾട്രാ ഗെയിം മോഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. നിരവധി ഫീച്ചറുകൾ നൽകുന്ന ഒരു അൾട്രാ ഗെയിം മോഡാണ്. അതായത് ഹയർ റെസൊല്യൂഷൻ, അതുപോലെ ഫ്രെയിം റേറ്റ് കൂട്ടുക, അതുപോലെ ഗെയിം വിഷ്വൽ എൻഹാൻസ്മെന്റ്, ഇങ്ങനെ പല കാര്യങ്ങൾ. ഈവൻ 4D ഗെയിം വൈബ്രേഷനൊക്കെ കിട്ടുന്ന തരത്തിൽ സ്ക്രീൻ ലൈറ്റ് എഫക്റ്റ് കൊടുക്കാവുന്ന തരത്തിൽ അങ്ങനെ നിരവധി സെറ്റിങ്ങുകൾ ചെയ്യാവുന്ന ഗെയിം മോഡ്, അൾട്രാ ഗെയിം മോഡും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പെർഫോമൻസ് വൈസിൽ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 7600 mAh ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. 7600 mAh എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വരെ iQOO ഫോണുകൾ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബാറ്ററി കപ്പാസിറ്റി കൂടിയ ഫോൺ എന്ന പ്രത്യേകത iQOO 15Rന് അവകാശപ്പെട്ടതാണ്. 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ ഹീറ്റിങ്ങിനെ പറ്റി പറഞ്ഞാൽ അങ്ങനെ ഓവറായിട്ട് ഹീറ്റ് ആവുന്നൊന്നുമില്ല, ചെറുതായിട്ട് ഒരു വാം ആവുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ, അല്ല ഓവർ ഹീറ്റിംഗ് ഒന്നുമില്ല. ക്യാമറ സെറ്റപ്പിലേക്ക് വന്നാൽ ബാക്കിൽ നമുക്ക്
നമുക്ക് 2 ക്യാമറകളാണ് കാണാൻ സാധിക്കുന്നത്. 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി സെൻസറും 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും. അപ്പോൾ ഇതിനകത്ത് ഈ പ്രൈസ് പോയിന്റിൽ ടെലിഫോട്ടോ സെൻസർ ഇല്ല എന്നുള്ളത് ഒരു കുറവായിട്ട് വേണമെങ്കിൽ പറയേണ്ടി വരും. സാധാരണ ഇപ്പോൾ വരുന്ന പല ഫോണുകളിലും ഈ പറഞ്ഞതുപോലെ പ്രൈസ് കൂടുന്നത് പിടിച്ചു നിർത്താൻ വേണ്ടി പല കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഒരു ടെലിഫോട്ടോ സെൻസർ ഈ ഒരു ഫോണിനകത്ത് ഐക്യു ഉൾപ്പെടുത്താതെന്ന് തോന്നുന്നു. സാധാരണ ഈ പ്രൈസ് പോയിന്റ് ടെലിഫോട്ടോ സെൻസർ അത്യാവശ്യമാണ്. അതുപോലെ സെൽഫി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 32 മെഗാ പിക്സലിൽ ഒരു സെൽഫി സെൻസറുമാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ പെർഫോമൻസിനെ പറ്റി പറഞ്ഞാൽ കുറെ നാളുകൾക്ക് ശേഷം ഐക്യു എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിനകത്ത് ഒരു നല്ല ക്യാമറ വന്ന ഫോൺ എന്ന പ്രത്യേകത iQOO 15R ഇനി അവകാശപ്പെടാം. കാരണം കഴിഞ്ഞ കുറച്ച് iQOO ഫോണുകൾ ക്യാമറ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പോൾ നമുക്കൊരു iQOO എന്ന് പറയുന്നത് വിവോയുടെ സബ് ബ്രാൻഡാണ്. ഈ ഒരു ഫോൺ നമുക്ക് നോക്കുമ്പോൾ വിവോയുടെ ഒരു ക്യാമറ ട്യൂണിങ് അതുപോലെ പല ഫോട്ടോകളിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്യാമറ പെർഫോമൻസിൽ മൊത്തത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മികച്ച ഫോട്ടോകൾ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. അതുപോലെ വീഡിയോയും തരക്കേടില്ല. സെൽഫി വീഡിയോ ആകട്ടെ, ബാക്ക് വീഡിയോ ആകട്ടെ, സെൽഫി ഫോട്ടോ ആകട്ടെ, ബാക്ക് ഫോട്ടോ ആകട്ടെ, എല്ലാം മൊത്തത്തിൽ ഓവറോൾ ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഭയങ്കര എന്താ പറയുക എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിലും നല്ല രീതിയിൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ലഭിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ഏകദേശം ഒരുപാട് ഫോട്ടോകളൊന്നും എടുത്തില്ല. ഈ ഒരു ഫോണിൻ്റെ ക്യാമറ വെച്ചുകൊണ്ട് ഏകദേശം 10-30 ഫോട്ടോകളാണ് എടുത്തത്. അതിനകത്ത് തന്നെയും കുറേ നല്ല ഫോട്ടോകൾ കിട്ടിയെന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ക്യാമറയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല വിവോയുടെ ഒരു ക്യാമറ ട്യൂണിങ് 4K 60 FPS ആണ് സെൽഫി ക്യാമറ. നടന്നുകൊണ്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. തിരക്കേടില്ലാത്ത സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതുപോലെ സൗണ്ട് ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ടെന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അതുപോലെ ഇതിൻ്റെ ഒരു ഇൻ ഹാൻഡ് ഫീൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വിവോയുടെ V70 സീരീസ് ഫോണിൻ്റെ സെയിം ഒരു പുറംചട്ട കയ്യിൽ പിടിച്ച ഒരു സെയിം ഫീൽ തന്നെയാണ് ഈ ഒരു ഫോണിനുള്ളത്. അത് ക്യാമറയിലും ഏകദേശം അതുപോലെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത. ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ബാക്ക് ക്യാമറ വഴിയും 4K 60 FPS വീഡിയോയിൽ ഷൂട്ട് ചെയ്യാം. സെൽഫി ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും 4K 60 FPS വീഡിയോയിൽ ഷൂട്ട് ചെയ്യാം. പക്ഷേ വൈഡ് ആംഗിളിൽ നമുക്ക് ഫുൾ HD ഉള്ളൂ. ഫുൾ HD എന്ന് മാത്രമല്ല, ഫുൾ HD 30 FPS മാത്രമല്ല, ഈവൻ ഫുൾ HD 60 FPS പോലും ഇല്ല. അപ്പോൾ ഈ ഒരു 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിളിൽ നമുക്ക് 4K റെസൊല്യൂഷൻ സപ്പോർട്ട് ഇല്ല എന്നുള്ളത് വേണമെങ്കിൽ ഒരു കുറവായി പറയാം. അപ്പോൾ ക്യാമറയ്ക്കാണ് നിങ്ങൾ ഏറെ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു ഫോൺ അത്ര കണ്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പെർഫോമൻസിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു ഫോൺ നമുക്ക് പരിഗണിക്കാം. കാരണം ഇവിടെ കൂടുതലും പെർഫോമൻസിനാണ് ക്യാമറയെക്കാളും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫോണിനകത്ത് OS സപ്പോർട്ടൊക്കെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും നമ്മൾ വീഡിയോകളിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഷേക്കൊന്നും ഇല്ലാതെ, അതുപോലെ ഫോട്ടോകൾ എടുക്കുമ്പോൾ കൈയൊന്ന് ചെറുതായിട്ട് അനങ്ങിയാലും ബ്ലെയർ അല്ലാത്ത നല്ല ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. ഫോണിനകത്ത് അങ്ങനെ ഷട്ടർ ലാഗോ ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ആ ഒരു ക്യാമറ വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് Android 16 ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. വിവോയുടെയും അതുപോലെ iQOOന്റെയും പുതിയ OS ആയിട്ടുള്ള ഒറിജിനൽ OS 6 ആണ് ഈ ഒരു ഫോണിനകത്തും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ആപ്പ് ഓപ്പണിംഗ് ഒക്കെ നോക്കി നല്ല ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നോക്കി വളരെ ഫാസ്റ്റ് ആണ്. ഫോണിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്ന ബ്ലോട്ട് വൈസുകളെ പറ്റി പറഞ്ഞാൽ ഏകദേശം ഇത്രയും ആപ്ലിക്കേഷൻ 6 ആപ്ലിക്കേഷനാണ് ഇതിനകത്ത് ബ്ലോട്ട് വൈസ് ആയിട്ടുള്ളത്. അല്ലാതെ ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് അങ്ങനെയുള്ള റെക്കമെൻഡേഷനോ കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും ഈ ഒരു 6 ആപ്ലിക്കേഷനകത്ത് ബ്ലോട്ട് വൈസ് ഒതുങ്ങുന്നു എന്നുള്ളത് വലിയ കാര്യം. അത്തരം ബ്ലോട്ട് വൈസുകൾ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനും സാധിക്കും. സ്റ്റീരിയോ സ്പീക്കറാണ്, നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ടാണ്, പാട്ടൊക്കെ കേൾക്കാൻ അടിപൊളിയാണ്. ബ്ലൂടൂത്ത് വെർഷൻ 6 കൊടുത്തിരിക്കുന്നു. IP68 IP69 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് ഫിംഗർ പ്രിന്റ് സംവിധാനം അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിന്റെ പൊസിഷനിങ്ങും വളരെ പ്രോപ്പറാണ്. അതൊരു വലിയ കാര്യമായിട്ട് വേണം പറയാൻ. കാരണം മിക്ക ഫോണുകളിലും അറിയാമല്ലോ ഇവിടെയാണ് ഫിംഗർ പ്രിന്റ് പൊസിഷനിങ് കൊടുക്കാറുള്ളത്. പക്ഷേ ഇത് നല്ല പ്രോപ്പർ പൊസിഷനിങ് ആണ്. ഇവരുടെ തന്നെ അടുത്തിടെ വന്ന് വിവോ V70 V70 Liteലും ഒക്കെ ഇതേ പൊസിഷനിങ്ങിൽ മികച്ച രീതിയിലായിരുന്നു അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് കൊടുത്തിരുന്നത്. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് NFC സപ്പോർട്ട് ഉണ്ട്. അതുപോലെ യൂട്യൂബിലും നെറ്റ്ഫ്ലിക്സിലും HDR സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കോൾ റെക്കോർഡിംഗ് ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. നമുക്ക് iQOOന്റെ ഡയലറിനകത്തും വിവോയുടെ ഡയലറിനകത്തും അങ്ങനെ തലകൾ വിളിച്ച് പറയാതുള്ള കോൾ റെക്കോർഡിംഗ് കൊടുത്തിട്ടുണ്ട്. IR ബ്ലാസ്റ്റർ ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. Wi-Fi 7 ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇവിടെ എന്റെ വലത് കയ്യിലിരിക്കുന്നതാണ് വിവോയുടെ ഏറ്റവും പുതിയ വിവോ V70. അതുപോലെ ഇടത് സൈഡിലിരിക്കുന്ന iQOO 15R. നമുക്ക് രണ്ടും ഏകദേശം ആ ഒരു ഫിസിക്കൽ സൈസ് ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്. ആ ഒരു ഡിസൈൻ ലാംഗ്വേജും ഒക്കെ ഏകദേശം സെയിം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പോൾ iQOO 15R എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു എതിരാളി എന്ന് പറയുന്നത് എനിക്കൊന്ന് OnePlus 15R തന്നെ ആയിരിക്കും. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളുമാണ്. ഇതിന്റെ നേട്ടങ്ങൾ പറയുമ്പോൾ പെർഫോമൻസ് തന്നെയാണ് ഇതിന്റെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു നേട്ടം. അതുപോലെ മികച്ച ഡിസ്പ്ലേ, നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. നല്ല ബാറ്ററിയാണ്, 7600 mAh വിത്ത് 100 വാട്ട് ഫാസ്റ്റ് ചാർജിങ്. അതുപോലെ ക്യാമറ വൈഡ് ആംഗിൾ 4K ഇല്ല എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ തിരക്കേടില്ലാത്ത ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ളത്. എന്നാൽ ഇതിന്റെ കുറവുകളെ പറ്റി പറയുകയാണെങ്കിൽ റാം വന്നിട്ട് ബേസ് വേരിയന്റിൽ 8GB റാം ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന ഫോണുകൾ സാധാരണ 12GB റാം ആണ് ബേസ് വേരിയന്റ് എന്നുള്ളത് ഓർക്കണം. അപ്പോൾ അവിടെ ഒരു പ്രൈസ് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 8GB റാം ആക്കിയിരിക്കുന്നത് തോന്നുന്നു. അതുപോലെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ടെലിഫോട്ടോ ലെൻസ് ഇല്ല എന്നുള്ളതും വൈഡ് ആംഗിളിൽ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് ഇല്ല എന്നുള്ളതും കുറവാണ്. അതുപോലെ വേണമെങ്കിൽ പറയാവുന്ന മറ്റു കുറവുകൾ എന്ന് പറയുന്നത് വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ഇല്ല, eSIM സപ്പോർട്ട് ഇല്ല എന്നുള്ളതും കുറവായിട്ട് പറയാം. അതുപോലെ ഡേറ്റ ട്രാൻസ്ഫർ സ്പീഡ് USB 2.2 ആണ്. ഈ പ്രൈസ് പോയിന്റിൽ USB 3.1 ഒക്കെ വരുന്ന ഫോണുകളുണ്ട്. അതുപോലെ സ്ക്രീനിന് 144 Hz റിഫ്രഷ് റേറ്റ് ഉണ്ടെങ്കിലും അത് LTPO അല്ല, അതായത് 1 to 144 Hz വേരിയിങ് ടൈപ്പ് ഒന്നും അല്ല. അത് വേണമെങ്കിൽ ഒരു ചെറിയ കുറവായിട്ട് പറയാം. പിന്നീട് പറയാൻ തോന്നുന്നത് പറയുന്നതിന്റെ ലുക്ക്. ഈ പറഞ്ഞ പോലെ എനിക്ക് പേഴ്സണലി ഈ ഒരു
ക്യാമറ മൊഡ്യൂൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ലുക്കിലല്ല വർക്കിലാണ് കാര്യം എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ലുക്കിലല്ല പെർഫോമൻസിലാണ് കാര്യം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു iQ15R എന്ന ഫോണിനെ പറ്റി കമൻറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് എങ്ങനെയായാലും ഒരു 40,000 മുകളിൽ 50,000 ആ ഒരു 50,000 റേഞ്ചുകളാണ് ഞാൻ ഒരു പ്രതീക്ഷിക്കുന്നത്. മിക്കവാറും 49,999 ആവാനാണ് സാധ്യത. എനിക്കറിയില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു ഫോണിൻ്റെയും പ്രൈസ് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. എങ്ങനെയാണ് ബ്രാൻഡുകൾ പ്രൈസ് ഇടുന്നതെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും വില കൂടുതലായിരിക്കും. നേരത്തെയൊക്കെ നമുക്ക് 30,000 രൂപയ്ക്കൊക്കെ ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫോണുകൾ iQ തന്നെ പുറത്തിറക്കിയിരുന്ന കാലമുണ്ട്. ഇപ്പം നമുക്ക് 30,000 രൂപയ്ക്ക് ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫോൺ നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റുന്നില്ല. 60,000 രൂപ വിലയുള്ള ഫോണുകളെയാണ് ഇപ്പോൾ പൊതുവെ ക്രിയേറ്റേഴ്സ് ഒക്കെ ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 30,000 നിന്ന് 60,000 പോലും ഫ്ലാഗ്ഷിപ്പ് കില്ലറുകൾ സഞ്ചരിച്ചു. അപ്പോൾ ആ പ്രൈസ് കയറി പോകുന്ന ഓക്കെ. അപ്പോൾ എന്തോ എനിക്കറിയില്ല നമ്മൾ എന്തുകൊണ്ടാണ് ഇതുപോലെ സ്മാർട്ട് ഫോണുകളുടെ പ്രൈസ് കൂടുന്നതെന്നൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലാത്തവർക്ക് അത് കാണാം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റ് വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്. ബൈ.